കൊച്ചി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ 10 ദിവസമായി ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹം തണുത്തു മരവിച്ച് കിടക്കുന്നുണ്ട്. സ്വന്തം അമ്മയുടെയും അമ്മയുടെ കാമുകൻ്റെയും ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങി പിടഞ്ഞു മരിക്കേണ്ടി വന്ന ഒരു പിഞ്ചു കുഞ്ഞ്. ജനിച്ച നാൾ മുതൽ 1.5 മാസം വരെ ഓരോ ദിവസവും മരണതുല്യമായ വേദനയാണ് ആ കുഞ്ഞ് ഏറ്റുവാങ്ങിയത്. അപ്പോഴെല്ലാം വാവിട്ട് കരഞ്ഞ ആ കുഞ്ഞ് മരണശേഷവും അനാഥനാണ്. ഉറ്റവരാരും ഏറ്റെടുത്ത് സംസ്കരിക്കാൻ തയ്യാറല്ലാത്തതിനാൽ ഒടുവിൽ ഇപ്പോഴിതാ അലിവ് തോന്നിയ പോലീസുകാർ തന്നെ ആ കുഞ്ഞിൻ്റെ അന്ത്യസംസ്കാര ചടങ്ങുകൾ നടത്തുവാൻ ഒരുങ്ങുകയാണ്. കൊച്ചി എളമക്കര കറുകപ്പിള്ളിയിലെ അമ്മ അശ്വതി, ആൺ സുഹൃത്ത് കണ്ണൂർ ചക്കരക്കല്ല് സ്വദേശി ഷാനിഫ് എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തിയ കുഞ്ഞിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാനാണ് ബന്ധുക്കളാരും ഇല്ലാത്തത്. പിതാവുമായും അമ്മയുടെ കുടുംബവുമായും ഷാനിഫിൻ്റെ കുടുംബവുമായും പോലീസ് ബന്ധപ്പെട്ടു. എന്നാൽ ഇവരാരും മൃതദേഹം ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല. തുടർന്നാണ് സംസ്കാരം നടത്തുവാൻ പോലീസ് തന്നെ തീരുമാനിച്ചത്. നാളെയോ മറ്റന്നാളോ സംസ്കാരം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ക്രൂരതയാണ് ഈ കുഞ്ഞിനോട് ഷാനിഫും കാമുകിയായ കുഞ്ഞിൻ്റെ അമ്മ അശ്വതിയും ചേർന്ന് നടത്തിയത്. കൊച്ചിയിലെ ഒരു ലോഡ്ജ് മുറിയിൽ വച്ചായിരുന്നു കൊലപാതകം. ഒടുക്കം ഡിസംബർ 1 പുലർച്ചെയാണ് മനസാക്ഷിയില്ലാത്ത അമ്മയും കാമുകനും ചേർന്ന് ആ പിഞ്ചു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തത്. സമൂഹമാധ്യമമായ ഇൻസ്റ്റഗ്രാം വഴിയാണ് കണ്ണൂർ സ്വദേശിയായ ഷാനിഫും ആലപ്പുഴക്കാരിയായ കാമുകിയും അടുപ്പത്തിലായത്. പരിചയപ്പെടുമ്പോൾ മറ്റൊരാളുമായി അടുപ്പത്തിലായിരുന്ന കാമുകി 4 മാസം ഗർഭിണിയുമായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ പ്രണയത്തിലായ ഇരുവരും കൊച്ചിയിലെത്തി. വിവിധ ഇടങ്ങളിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. അതിനിടെ 1.5 മാസം മുമ്പാണ് പ്രസവം നടന്നത്. അതിനുശേഷം എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഒഴിവാക്കി യുവതിയെ മതം മാറ്റി മുസ്ലിമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഷാനിഫ്. അതിനിടെ കുഞ്ഞിൻ്റെ പിതൃത്വത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കിടലും പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനോട് വലിയ വൈരാഗ്യമായിരുന്നു ഷാനിഫ് പുലർത്തിയിരുന്നത്. ജനിച്ച നാൾ മുതൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നു. കുഞ്ഞിൻ്റെ വാരിയലടക്കം ഈ ഉപദ്രവത്തിൽ പൊട്ടിയതായും കണ്ടെത്തിയിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെയാണ് ഡിസംബർ 1 ഇയാൾ കറുകപ്പിള്ളിയിലെ ലോഡ്ജിൽ മുറിയെടുത്തത്. അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് കുഞ്ഞിനെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങിയതായി സംശയിക്കുന്നതായാണ് ഇവർ ഡോക്ടറോട് ആദ്യം പറഞ്ഞത്. ഉടൻ തന്നെ കുട്ടിയെ ന്യൂബോൺ ICUവിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചുവെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. അതിനിടെയാണ് കുഞ്ഞിൻ്റെ ദേഹത്തെ മുറിവുകൾ ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സംശയം തോന്നി ഡോക്ടറാണ് വിവരം പോലീസിൽ അറിയിച്ചതും. തുടർന്ന് കുഞ്ഞിൻ്റെ തലയോട്ടിക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ഇതിനെ തുടർന്ന് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുഞ്ഞ് കയ്യിൽ നിന്ന് വീണതാണെന്നാണ് ആദ്യം നൽകിയ മൊഴി. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് കുഞ്ഞിനെ താൻ കൊലപ്പെടുത്തിയതാണെന്ന് ഷാനിഫ് സമ്മതിച്ചത്. കാൽമൂട്ടിൽ തലയിടിപ്പിച്ചും കുഞ്ഞിൻ്റെ നെഞ്ചിലിടിച്ചുമാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ശേഷം കുഞ്ഞിൻ്റെ മരണം ഉറപ്പാക്കുവാൻ ശരീരത്തിൽ കടിക്കുകയും ചെയ്തു. അനക്കമില്ലാതെ കുഞ്ഞ് കിടന്നതോടെയാണ് ഇയാൾ മരണവും ഉറപ്പിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.